ഇന്ന് ഞാൻ വൻപയർ മത്തങ്ങയും ഇട്ട് ഒരു നാടൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം അതിനു വേണ്ടി മത്തങ്ങയും ഉള്ളി പച്ചമുളക്, പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ്: അരപ്പ് ജീരകം, 2 അല്ലി വെളുത്തുള്ളി, കുറച്ച് മഞ്ഞൾ, കുറച്ച് പച്ചമുളക്, ചെറിയ ഉള്ളി. ഇത് ഇത്രയും അരച്ച് ഇത് ആദ്യം അരച്ചെടുക്കണം. ആദ്യം ഈ പയർ വേവിച്ചെടുക്കുക, എന്നിട്ടത് ഒരു കുക്കറിലേക്ക് ഇടുക. പയർ കുക്കറിലിട്ടതിന് ശേഷം വെന്ത പയർ കുക്കറിലിട്ടതിന് ശേഷം മത്തങ്ങ കുക്കറിൽ ഇടുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് മത്തങ്ങ വേവിക്കുക. മത്തങ്ങ വെന്ത് കഴിയുമ്പോൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്ത് ചേർക്കണം. വെന്തു. മത്തങ്ങ ഇട്ടുള്ള കറിക്കുള്ള അരപ്പ് റെഡിയായി. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കടുകിട്ട് ഇടാം. മത്തങ്ങയും പയറും വെന്ത് കഴിഞ്ഞു. നമുക്കിനി ഈ അരപ്പ് അതിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഉപ്പും കറക്റ്റിനുണ്ടോ എന്ന് നോക്കണം. കടുക് വറുത്ത കടുകും ചെറിയ ഉള്ളിയും 1-2 വെളുത്തുള്ളി അല്ലിയും കറിവേപ്പിലയിട്ട് കടുക് വറുത്തത് പിന്നെ അത് മൂത്ത് കഴിഞ്ഞു. അതിനകത്ത് നമുക്ക് ഈ മത്തങ്ങ കറി അതിലേക്ക് പകരാം. മത്തങ്ങ എലിശ്ശേരി റെഡിയായി. ഇത് സാധാരണ കുറച്ച് നാൾ മുമ്പ് വരെയും ആൾക്കാർ എന്നും ഉപയോഗിക്കുന്ന, നാട്ടിൻപുറത്ത് സ്പെഷ്യലി ഉപയോഗിക്കുന്ന ഒരു വിഭവമാണ്. ഇതിന് പയറും മത്തങ്ങയും ഇട്ട് വെച്ച എലിശ്ശേരി എന്ന് പറയും. ഇതിൻ്റെ കൂടെ പപ്പടം ചേർത്തും ഊണിനും ഉപയോഗിക്കാം, നമുക്ക് ചപ്പാത്തിയുടെ ഉപയോഗിക്കാം. ഉണ്ടാക്കി നോക്കൂ. ടേസ്റ്റി ആയിട്ടുള്ള ഒരു എലിശ്ശേരി കറിയാണ് ഇത്. കുട്ടികൾക്ക് സ്പെഷ്യലി വലിയ ഇഷ്ടമുള്ള കറിയുമാണിത്.